ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹ് ആരാണെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ മദീനത്തേക്ക് ഹിജ്റ പോകാൻ ഒരുങ്ങുകയാണ്. മക്കയിൽ നിന്ന് ഹിജ്റ പോകാൻ തയ്യാറെടുക്കുമ്പോ ഇബ്ലീസാണ് പോയി പറയുന്നു, മുഹമ്മദ് നാട് വിടാൻ പോകുകയാണ്, കൊല്ലണമെങ്കിൽ ഇപ്പൊ കൊന്നുകൊള്ളണം, ഇനി ഒരിക്കലും നിങ്ങൾക്ക് മുഹമ്മദിനെ കൊല്ലാൻ അവസരം കിട്ടൂല. ഇബ്ലീസ് നടന്നു പറയുകയാണ്. അവസാനം ശത്രുക്കൾ മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് വളയുകയാണ്. ഓരോ ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഊരി പിടിച്ച വാളുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാന്. കേൾക്കടാ ചെറുപ്പക്കാരാ, പെങ്ങന്മാരെ, പേടിച്ച് വിറയ്ക്കുന്നവര്, ഇത് അല്ലാഹ് ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് മുഴുവനും വളഞ്ഞിരിക്കുമ്പോ അതാ അലിയാര് തങ്ങളും അല്ലാഹുവിന്റെ റസൂലും വീടിനകത്തുണ്ട്. നബി ചോദിക്കുന്നു, അലിയേ, ഞാൻ കിടന്ന സ്ഥലത്ത് നീ കിടക്കുമോ അലിയേ? യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ ഞാൻ പേടിക്കുന്നത്? ഞാൻ കിടക്കാൻ നബിയേ, എനിക്കൊരു പേടിയുമില്ല നബിയേ. അലിയാര് തങ്ങൾ അവിടെ കിടക്കാൻ തയ്യാറായി. യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരണം നബിയേ, ഒരു പിടി മണ്ണ് വാരണം നബിയേ. എന്നിട്ട് എന്തോദണമെന്നറിയുമോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. യാസീൻ ഓതിയാ പോരാ, യാസീൻ ഓതിയാ പോരാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, ഈ ആയത്തോദണം, ഈ ആയത്തോദണം, മണ്ണിലേക്ക് ഊതണം, വാതിൽ തുറക്കണം, നാലു ഭാഗത്തേക്കും മണ്ണ് വലിച്ചെറിഞ്ഞിട്ട് പോകും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം അവിടെ നിന്ന് വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരി, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തോതി മണ്ണിലേക്ക് പുതിയിട്ട് വാതിൽ തുറന്നിട്ട് നാലു ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞു. അതാ വാളും പിടിച്ചിരിക്കുന്നവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ, KGF നായകനല്ലടാ നായകൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ, ആ വാള് പിടിച്ചുകൊണ്ടിരിക്കുന്നവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ മുത്തുനബി ഇറങ്ങിപ്പോയടാ. ഒരുത്തം പോലും അനങ്ങിയില്ലല്ലോ, ഒരാള് പോലും അനങ്ങിയില്ല. ജിബ്രീൽ AK-47 അല്ല കൊണ്ടുകൊടുത്തത്, ആറ്റം ബോംബല്ലടാ. ഒരു മുസ്ലിമിന്റെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന മണ്ണിനതിനേക്കാളും വിലയുണ്ടടാ. 5 നേരം നിസ്കരിക്കുന്ന, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു വാപ്പയുടെ കാലിനടിയിൽ കിടക്കുന്ന മണ്ണിന് പോലും പവറുണ്ടടാ മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇറങ്ങിപ്പോയി. നീ ചരിത്രം പഠിച്ചവനല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. റബ്ബേ, അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ പേടിച്ചു വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഞെട്ടിയുണരുകയാണ്. എന്തേ അബൂബക്കർ, എന്തേ അബൂബക്കർ? യാ റസൂലല്ലാഹ്, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു നബിയേ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. അവരെങ്ങാണം കാലിലേക്ക് നോക്കിയാൽ, അവരൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ, നമ്മളെ കൊല്ലുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ തങ്ങൾ പേടിച്ചുകൊണ്ട് പറയുമ്പോ റസൂലുള്ള ഇരുന്ന് ചിരിക്കുകയാ. എന്തിനാ നബിയേ ചിരിക്കുന്നത്? എന്തിനാ
നബിയെ ചിരിക്കുന്നത്? അബൂബക്കറേ, അബൂബക്കറേ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ മുസ്ലിമിനും പഠിക്കാൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തുനബി പറഞ്ഞു തരുന്ന ഹദീസാ. അബൂബക്കറേ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, ഒരാള് കൂടെ ഇതിനകത്തുണ്ട്. അതാരെന്നറിയോ? നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയില്ലേ അബൂബക്കറേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറേ, അല്ല നമ്മുടെ കൂടെയില്ലേ? എടോ മുസ്ലിമേ, അല്ല നിന്റെ കൂടെയില്ലേടാ, എന്തിനാ നീ ഭയപ്പെടുന്നത്? റസൂലുള്ളാഹി അബൂബക്കറിനോട് പറയുകയാണ്, അവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ. അവന്റെ കാലിലേക്ക് നോക്കാൻ ആ ശത്രു തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണം അബൂബക്കറേ. അല്ല തീരുമാനിക്കാതെ അവന്റെ കാലിലേക്ക് നോക്കാൻ കഴിയില്ല. നീ എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് എടോ, ശത്രുവിന്റെ വലുപ്പം കണ്ട് പേടിക്കല്ലേ. ശത്രുവിന്റെ വലുപ്പം കണ്ട് ഒരിക്കലും പേടിക്കരുത്. അങ്ങനെ പേടിക്കുമായിരുന്നെങ്കിൽ ബദരീങ്ങൾ പേടിക്കുമായിരുന്നു. ഒടിഞ്ഞ വാടും മുട്ടിയ വയറും തുരുമ്പിച്ച പരിചയമായി 313 സ്വഹാബത്ത് ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളുടെ മുന്നിലേക്ക് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിപ്പോയത് ആൾബലം കണ്ടിട്ടാണോ? ഇല്ലടോ മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുത്തുനബി പറയുകയാണ്, നിങ്ങൾ ബദരീങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. അതാ ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കള് കണ്ണുകുടിച്ച് ഗാനമേള നടത്തി ഒട്ടകത്തിനെ ചുട്ടതിന് എല്ലാവരും ആസ്വദിച്ചുകൊണ്ടാ ബദറിലേക്ക് കടന്നു വരുന്നത്. 700ഓളം ഒട്ടകങ്ങള്, അവരുടെ കയ്യിൽ ആയുധങ്ങള്. ബദരീങ്ങളുടെ ശത്രുക്കൾ അവരായിരുന്നു. അവരിറങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു സഹാബി വരികയാ. യാ റസൂലല്ലാഹ്, യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് നബിയേ. എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, വാളില്ല, പരിചയില്ല, കുന്തമില്ല, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. ഞാൻ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് പറയുമ്പോ താഴെ കിടന്ന ഒരു ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുത്തടോ. ഈന്തപ്പന മരത്തിന്റെ മടലുണ്ടല്ലോ, ആ മടലെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് കയ്യിൽ കൊടുത്തു. ഇതുകൊണ്ട് യുദ്ധത്തിന് പോകാൻ ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നിട്ടു തന്റെ കയ്യിലിരുന്ന ഈന്തപ്പന മരത്തിന്റെ മുണങ്ങിയ മടലുണ്ടല്ലോ, അത് വീശിയപ്പോ വാളുപോലെ തല പോയെന്ന് ചരിത്രം പറഞ്ഞത് വെറുതെയല്ലടോ. ആ മടലിന് പോലും ബഹുമതിയുണ്ടായിരുന്നു, അതിന് പോലും പവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ല നമ്മുടെ കൂടെയുണ്ടടോ. അല്ല ഉള്ള കാലത്തോളം ഒരുത്തനും നമ്മളെ തകർക്കാൻ പറ്റൂല. ഇന്ന് വരെ നിങ്ങൾ ഏത് യുദ്ധമെടുക്കൂ, ബദറാകട്ടെ, ഉഹദാകട്ടെ, ഹന്തക്കാകട്ടെ, ഖൈബറാകട്ടെ, തബൂക്കാകട്ടെ, യർമൂക്കാകട്ടെ, ഈ ലോകത്ത് നടന്നിട്ടുള്ള ഏത് യുദ്ധം വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഭൂരിപക്ഷം ജയിച്ചിട്ടില്ല.